92ഉം 93ഉം ദശകങ്ങളിൽ ഗുരുക്കന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. ദത്താത്രേയ മഹർഷി യതി ചക്രവർത്തിയുടെ സദസ്സിൽ പറഞ്ഞു കൊടുത്തത്. അവിടെ 25 പറഞ്ഞുള്ളൂ. ലോകത്തിലുള്ള എല്ലാവരെയും ഗുരുക്കന്മാരായി കണക്കാക്കണം. ഞാൻ കണ്ടുപിടിച്ച ഒരു ഗുരു ആ ഉറുമ്പാണ്. അതിനെപ്പോലെ പ്രയത്നശാലിയായിട്ട് ആരുമില്ല. അതുപോലെ പ്രയത്നശാലികളായിരിക്കണം നമ്മളെല്ലാവരും. എല്ലാവർക്കും വലിയ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ പ്രയത്നം. അപ്പം അനേകം ഗുരുക്കന്മാരുണ്ട്. ഇവിടെ 25 പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വിധത്തിൽ ഗുരുക്കന്മാരിൽ നിന്ന് ഒരു വിവേക വിജ്ഞാനം നേടി. അതുകൊണ്ട് കാര്യമായില്ല. ഈ ജ്ഞാനം അനുഭവമാവണം. ആ അനുഭവം തത്വജ്ഞാന ഉൽപ്പത്തി എങ്ങനെയാണ്? ശുദ്ധ നിഷ്കാമധർമ്മൈ. നിഷ്കാമധർമ്മങ്ങൾ, ഒരാഗ്രഹവും ഇല്ലാതെ വേണം കർമ്മങ്ങളെല്ലാം ചെയ്യാൻ. സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം, നിഷ്കാമമായിട്ട് ചെയ്യണം. ഭഗവാൻ ഗീതയിലെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞു. 2-ാം അധ്യായത്തിൽ പറഞ്ഞു, യോഗസ്ഥ കുരു കർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. അർജുന, നീ സദാ ഭഗവത് ചിന്തയിൽ, യോഗസ്ഥ ഭഗവത് ചിന്ത, എല്ലാ കർമ്മങ്ങളും ചെയ്യും. അത് ആ ഭഗവാനെ അർപ്പിക്കണം. ആ കർമ്മം സംഘം ത്യക്ത്വ, ഒന്നിനോട് സംഘം പാടില്ല. കർമ്മത്തിനോട് സംഘം പാടില്ല, കർമ്മത്തിലെ വ്യക്തികളോട് സംഘം പാടില്ല, കർമ്മത്തിൻ്റെ ഫലത്തോട് സംഘം പാടില്ല. സിദ്ധി അസിദ്ധിയോ സമോഭൂത്വ. സിദ്ധി കിട്ടലാണ്, അസിദ്ധി കിട്ടാതിരിക്കുക. സിദ്ധി ജയമാണ്, അസിദ്ധി പരാജയം. സിദ്ധി ലാഭമാണ്, അസിദ്ധി നഷ്ടമാണ്. സിദ്ധി മാനമാണ്, അസിദ്ധി അപമാനമാണ്. അവിടെയാണ് മിക്ക കൂട്ടർക്കും താങ്ങാൻ സാധിക്കാത്തത്. അപ്പോൾ മാനാപമാനത്തിലും എല്ലാ സുഖദുഃഖങ്ങളിലും തുല്യത പാലിക്കണം. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ, സമത്വം. സമത്വം യോഗ ഉച്യതേ. മനസ്സിൻ്റെ സമനിലയാണ് ഭഗവാനുമായി ചേർന്നിരിക്കുന്ന അവസ്ഥ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ആ അവസ്ഥയിലെത്തണം. അപ്പോൾ എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ ആ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമാക്കി നിഷ്കാമമായി ചെയ്യണം. ഫലത്തിൽ ആകാംക്ഷയെ വെക്കരുത്. ഫലം വരും, അതനുഭവിക്കുകയും വേണം. പക്ഷേ നമ്മളതിൽ ആകാംക്ഷ വയ്ക്കാൻ പാടില്ല. കഴിഞ്ഞ ജന്മത്തിൽ നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഇവിടെ വരുന്നത്, ഈ കർമ്മം വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നല്ല ഫലമായിരിക്കാം, അനുഭവിക്കാം. ചിലപ്പോൾ മോശമായിട്ടുള്ള ഫലമായിരിക്കാം, അത് സഹിക്കണം. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ, രണ്ടിലും ഒരേപോലെ ഇരിക്കാൻ സാധിക്കണം. അതാണ് നിഷ്കാമ കർമ്മം. അതിന് ധർമ്മം എന്ന് പറയും. ധർമ്മവും കർമ്മവും രണ്ടും ഒന്നായിട്ട് എടുക്കും. എല്ലാ കർമ്മങ്ങളും ധർമ്മപ്രകാരം വേദധർമ്മമാണ്. വേദത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതിനനുസരിച്ച് വേണം എല്ലാം ചെയ്യാൻ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോ ആശ്രമങ്ങളിലാണ്. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. അത് പടിപടിയായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് ആശ്രമത്തിലായാലും ആ ആശ്രമത്തിൽ ചെയ്യേണ്ടതായ കർമ്മം നമ്മൾ ചെയ്യണം.
ഇതാണ്. ഓരോ ആശ്രമത്തിനും കർമ്മമുണ്ട്. ബ്രഹ്മചര്യാശ്രമത്തിൽ നമ്മൾ ഈ തത്വത്തെ നിരന്തരം ശ്രവിച്ചിട്ടും മനനം ചെയ്തിട്ടും അത് നമ്മുടെ സ്വന്തമാക്കണം. ഇതാണ് ബ്രഹ്മചര്യാശ്രമം. ബ്രഹ്മത്തിൽ ചരിക്കണം. ബ്രഹ്മം വേദം, വേദത്തിൽ ചരിക്കണം. ഗൃഹസ്ഥാശ്രമം വന്നു. ഗൃഹസ്ഥാശ്രമം ഒരിക്കലും മോശമല്ല, ബ്രഹ്മാവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞ് വിവാഹം ചെയ്ത് സന്താനോൽപാദനം നടത്തി അതെല്ലാം ഭഗവാൻ അർപ്പിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് നമ്മൾ വാനപ്രസ്ഥത്തിലേക്ക് കടക്കണം. അപ്പോഴാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അയാൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് കാണുന്നത് വാനപ്രസ്ഥാശ്രമം തൊട്ടാണ്. അതുവരെ സമയം കിട്ടിയെന്ന് വരില്ല വാനപ്രസ്ഥാശ്രമത്തിന് മുമ്പ്. അപ്പോൾ വാനപ്രസ്ഥാശ്രമത്തിൽ ഈ ഭഗവാനെക്കുറിച്ച് നിരന്തരം ധ്യാനിച്ച് നിരന്തരം ആ ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നത് കേട്ട് നമ്മൾ അടുത്ത ആശ്രമത്തിലേക്ക്, സന്യാസാശ്രമത്തിലേക്ക് കടക്കണം നിർബന്ധമില്ല. കടക്കാതെ കണ്ട് തന്നെ ഈ വാനപ്രസ്ഥാശ്രമത്തിൽ തന്നെ ആ ഭഗവത് ചിന്തയിൽ ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നിഷ്കാമ കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മൾ ശുദ്ധി നേടുന്നത്, അന്ധക്കരണം പരിശുദ്ധമാവുന്നത്, രാഗദ്വേഷങ്ങൾ ഇല്ലാതാവുന്നത്, കാമാദികൾ കാമക്രോധ ലോഭമോഹ മതമാത്സര്യ ഡംഭാസൂയാദികൾ ഇല്ലാതാവുന്നത് ഒക്കെ ഈ നിഷ്കാമ കർമ്മം കൊണ്ടാണ്. കാമ്യകർമ്മം വന്നു, അത് നമ്മളെ ബന്ധിച്ചു. പിന്നെ അതിനനുസരിച്ച് വീണ്ടും കർമ്മം ചെയ്യേണ്ടി വരും, നമ്മളെ ബന്ധിക്കുന്നു. ഒരിക്കലും കാമ്യകർമ്മത്തിൽ ഇടപെടരുത്. നിഷ്കാമ കർമ്മം ചെയ്ത് എന്ത് ഫലം വരുന്നുവോ അത് ഭഗവാന്റെ പ്രസാദമായിട്ട്, ചിലപ്പോൾ നല്ല പ്രസാദമായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കാം. നല്ല പ്രസാദം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തു, ചീത്ത പ്രസാദം കഴിഞ്ഞ ജന്മത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്തു, കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. പ്രവര ഗുരുഗിര, ശ്രേഷ്ഠനായ ഒരു ആചാര്യനുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സമീപിക്കണം. പ്രവരൻ ഏറ്റവും ശ്രേഷ്ഠൻ, പ്രകർഷേണ വരൻ ശ്രേഷ്ഠൻ. ആ ഗുരുവിൻ്റെ വാക്കനുസരിച്ച് അത് നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആചാര്യനെ അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ട് ഈ ഭഗവാനെക്കുറിച്ച് അറിയണം. തൽസ്വരൂപം ആവേദയന്തേ, ഈ ഭഗവൻ അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ച് അറിയുന്നു. എങ്ങനെയുള്ള സ്വരൂപമാണ്? ദേഹേന്ദ്രിയാദിവ്യവഗതം, നമ്മുടെ ശരീരം, ദേഹം, അതിൻ്റെ ഉള്ളിലുള്ളതായ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അതിനെല്ലാം വേർപെട്ട് നിൽക്കുന്നത്. വ്യപഗതം വ്യതിരിക്തം, വേർപെട്ടത്, അതിനോട് യാതൊരു ബന്ധവുമില്ലാതെ അഖിലവ്യാപ്തം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ചൈതന്യം. ആത്മാവ്, ബ്രഹ്മം എന്നൊക്കെ പറയുന്ന ആ തത്വം അഖിലവ്യാപ്തമാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ശുദ്ധം, അത് നിർമ്മലമാണ്. എപ്പം മായ ചേർന്നുവോ അതിൽ ദോഷം വന്നു. രജോസ്തമോ ഗുണാത്മീയാണ് മായ. അതിൽ തമസും രജസും വളരെ മോശം, സത്വവും മോശം എന്ന് പറയാൻ വയ്യ, നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന സത്വഗുണമാണ്. പക്ഷെ എങ്കിലും അതും മോശം തന്നെയാണ്, അതും പോകണം.
മൂന്ന് ഗുണങ്ങളും മാറുക തന്നെ വേണം. നിർഗുണന്മാരാവണം ഭഗവാനെ പോലെ. ശുദ്ധം, അപ്പോൾ മായയുടെ പ്രഭാവമില്ലാത്തത്, അതാണ് ശുദ്ധം. പരം, ഏറ്റവും ശ്രേഷ്ഠം, അതിൻ്റെ അപ്പുറം പിന്നെ ഒന്നില്ല. അങ്ങനെയുള്ള ഹേ ഭഗവൻ തേ തത്വരൂപം, അങ്ങയുടെ ആ ചൈതന്യം കാണാനൊന്നുമില്ല, പക്ഷെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ചൈതന്യത്തിനെ, നിഷ്കള സ്വരൂപത്തിനെ അറിയാൻ സാധിക്കുന്നു. അതെവിടെയുമുണ്ട് എന്ന് അറിയുന്നു. തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് മലയാളികൾ നമ്മൾ പറയും. അതില്ലാത്ത ഇടം ഇല്ല, സർവത്ര ഇടം. സർവവസ്തുക്കളിലും സർവ വ്യക്തികളിലും ആ തത്വത്തിനെ ദർശിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷേ എന്താ തടസ്സമായിട്ട് നിൽക്കുന്നത്? ഈ ശരീരം, ഈ ആത്മാവ് ഇരിക്കുന്നത് ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ശരീരത്തിന് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ, എന്തെല്ലാം സംഭവിക്കുന്നുവോ അതെല്ലാം ആത്മാവിന് സംഭവിക്കുന്നതാണെന്ന് നമ്മൾ വിചാരിക്കണം. നാനാത്വ സ്ഥൗല്യ കാർഷ്യ ആദിതു. നാനാത്വം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, നാനാത്വം. സ്ഥൗല്യം, തടിച്ചത്, മെലിഞ്ഞത്. കാർഷ്യം, മെലിഞ്ഞത്. അങ്ങനെ ശരീരത്തിന് വന്നു ചേർന്നിരിക്കുന്നതായ എല്ലാ ഗുണങ്ങളും ഈ ആത്മാവിൻ്റെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. വാസ്തവത്തിൽ ആത്മാവിൻ്റെ അല്ല, അത് അധ്യാസിതമാണ്. ശരീരത്തിൻ്റെ ആ ഗുണങ്ങളെ ആത്മാവിൽ നമ്മൾ ആരോപിക്കുകയാണ്. അപ്പോൾ വേദാന്തത്തിൽ ഉപയോഗിക്കുന്ന ആ വാക്ക് നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കണം. അധ്യാസമാണ്. അരണ്ട വെളിച്ചത്തിൽ കയറിൻ്റെ കഷ്ണം കണ്ടു, അതിൽ പാമ്പിനെ നമ്മൾ അധ്യസിച്ചു. അതിൽ പാമ്പില്ല, പക്ഷെ പാമ്പിൻ്റെ ഗുണം പോലെ തോന്നി, ഇളകി, തല പൊക്കി എന്നൊക്കെ തോന്നി. ചില ആചാര്യന്മാരെ ആരോപിച്ചു എന്ന് പറയും. അതേ അർത്ഥം തന്നെ. ഒന്നിൻ്റെ ഗുണമോ ദോഷമോ മറ്റൊന്നിൽ ആരോപിക്കുക. അധ്യസിക്കുക, ആരോപിക്കുക, ഇത് രണ്ടും ചേർന്ന് അധ്യാരോപിക്കുക. അധ്യസിക്കുക, ആരോപിക്കുക, പിന്നെ രണ്ടും കൂടി ചേർത്ത് അധ്യാരോപിക്കുക. മൂന്നിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഒന്നിൻ്റെ ഗുണമോ ദോഷമോ വേറൊന്നിൽ നമ്മൾ ചുമത്തുകയാണ്. അങ്ങനെയാണ് കയറിൻ്റെ കഷ്ണം കൊണ്ട് നമ്മൾ പാമ്പാണെന്ന് വിചാരിക്കുന്നത്. മരുഭൂമി കണ്ട് വെള്ളമാണെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ശരീരത്തിൻ്റെ നാനാത്വം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി നാനാത്വം, സ്ഥൗല്യം തടി, കാർഷ്യം പെരിച്ചിൽ, ഇതെല്ലാം ഗുണജവപുസ്സംഗത, മൂന്ന് ഗുണങ്ങളിൽ നിന്ന് ആ ശരീരത്തിന് വന്നതാണ്. അതിനെ ഈ ആത്മാവിൽ അധ്യസിക്കുന്നു. ആത്മാവ് എന്നും മുക്തനാണ്, യാതൊരുവിധ മാലിന്യവുമില്ലാത്ത. അതുകൊണ്ടാണ് ശുദ്ധം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. പരം,
എല്ലായിടത്തും വ്യാപിച്ചതാണ് അഖിലവ്യാപ്തം. ഇതൊന്നും ആ ശരീരത്തിനോ ഒന്നുമില്ല. ഇതാണ്. അപ്പം ആ ശരീരത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളുള്ള ആത്മാവിൽ ആ ശരീരം എങ്ങനെയുള്ളതാണ്? ജനിച്ചു, കുറച്ചു കാലം നിന്നു, നശിക്കുന്നു. ജനന മരണങ്ങളുള്ളതായ ശരീരത്തിൻ്റെ ആ ഗുണദോഷങ്ങളെ ആത്മാവിൽ അധ്യസിക്കുന്നു. ആ അധ്യസിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. അത് ഏതുപോലെയാണ്? അതിമനോഹരമായ ഒരു ഉദാഹരണമാണ് ആചാര്യൻ തരുന്നത്. ദാരുപ്രഭേദേഷു, വിറക് കൊള്ളികൾ, ചെറിയ കൊള്ളി ഉണ്ടാവാം, വലിയ കൊള്ളി ഉണ്ടാവാം. അതിൽ തീ, വന്നേഹേ, ആ തീ പിടിക്കുന്നു. അതിൽ വന്നേഹേ ദാരുപ്രഭേദേഷു മഹത് അണുത ദീപ്തത ശാന്തത ആദി. ആ വിറക് കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നന്നായി കത്തും. മഹത്തായിട്ട് നന്നായിട്ട് കത്തുന്നു. അണുത ഐ ആ തീ വളരെ കുറവാണ്, അണുത. ദീപ്തത ഐ നല്ല ശോഭയുണ്ട്, ദീപ്തത. ശാന്തത മെല്ലെ മെല്ലെ കത്തുന്നു, ശാന്തത. അങ്ങനെയുള്ളതായ ആ വ്യത്യാസങ്ങൾ നമ്മൾ അഗ്നിക്ക് പറയും. അഗ്നി വലുതാണ്, അഗ്നി ചെറുതാണ്, അഗ്നി പ്രകാശമുള്ളതാണ്, അഗ്നി ശാന്തമാണ് എന്ന് പറയുന്നു. ഇത് അഗ്നിയുടെയാണോ? അല്ല. അഗ്നി എല്ലായിടത്തും ഒരേപോലെയാണ്. പിന്നെ എന്തിൻ്റെയാണ്? വിറകിൻ്റെയാണ്. വിറകാണ് വലിയ മുട്ടിയാവാം, ചെറിയ മുട്ടിയാവാം, നല്ല ഉണങ്ങിയതാവാം, ഉണങ്ങാത്തതാവാം. അപ്പോൾ എപ്രകാരം ദാരുപ്രഭേദേഷു വന്നേഹേ, മരക്കഷ്ണങ്ങളിൽ വരുന്നതായ അഗ്നി. ഇന്നിപ്പോൾ ഉള്ള കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. എന്താണ്? അടുപ്പില്ല, പുക LPG ഗ്യാസല്ലേ, ആരും അറിയില്ല. അടുപ്പിൽ നോക്കുമ്പോഴേ അറിയുള്ളൂ. വിറക് കൊണ്ട് അടുപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ വരുന്നതായ മാറ്റങ്ങൾ ആ വിറകിൻ്റെ മാറ്റങ്ങളാണ്, അഗ്നിയുടെ അല്ല. അഗ്നി എല്ലാറ്റിലും ഒരേപോലെ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ വരുന്നതായ ആ ദോഷങ്ങൾ അതൊന്നും ആത്മാവിൻ്റെ അല്ല. ആത്മാവിന് യാതൊരു ദോഷവും ഇല്ല. അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത്. ഒരു ദോഷവും ഇല്ലാത്തതാണ് ആത്മാവ്. ദേഹേന്ദ്രിയാദി വ്യവഗതം, ദേഹമായിട്ടോ ഇന്ദ്രിയമായിട്ടോ ഒന്നും ബന്ധമില്ലാതെ അതിനൊക്കെ വേർപെട്ടിരിക്കുന്നത് അഖിലവ്യാപ്തം, സകല പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണത്. പിന്നെ ശുദ്ധമാണ്, മായയുടെ കലർപ്പില്ല. സൃഷ്ടിക്ക് വേണ്ടിയാണ് മായയെ ആശ്രയിക്കുന്നത്. പരം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ തത്വം, ആ ചൈതന്യം. അപ്പം നമ്മൾ എപ്പോഴും ഈ അഗ്നിയുടെ ഉദാഹരണം നോക്കി എപ്രകാരം നമ്മൾ വലിയ തീയാണ്, ചെറിയ തീയാണ്, നല്ലോണം പ്രകാശമുള്ള തീയാണ്, മുനിഞ്ഞു കത്തുന്ന തീയാണ്, മുനിഞ്ഞു കത്തുക എന്നൊക്കെ പറയുന്നത് അഗ്നിയെ ബാധിക്കുന്നില്ല. അഗ്നി എല്ലായ്പ്പോഴും ഒരേപോലെയാണ്, വിറകിനെയാണ് ബാധിക്കുന്നത്. അതുപോലെ എന്തെന്ത് നമ്മൾ ശരീരത്തിനെക്കുറിച്ച് പറയുന്നു, അത് ശരീരത്തിൻ്റെയാണ്, ആത്മാവിൻ്റെ അല്ല. ആത്മാവിന് ഒന്നുമായിട്ടും ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? ആ എപ്രകാരം വിറകിൻ്റെ ആ ഗുണങ്ങളെ അല്ലെങ്കിൽ ദോഷങ്ങളെ അഗ്നിയിൽ ആരോപിച്ചുവോ, അഗ്നിയിൽ അധ്യസിച്ചുവോ, അഗ്നിയിൽ അധ്യാരോപിച്ചുവോ, മൂന്ന് ഓർമ്മ നല്ല ഉണ്ടാവണം. ഇതിൻ്റെ ഗുണങ്ങളെ അതിൽ ചുമത്തുക. അതുപോലെ ശരീരത്തിൻ്റെ
ഗുണദോഷങ്ങളാണ്. വെളുത്തത്, കറുത്തത്, ഉയരമുള്ളത്, ഉയരം കുറഞ്ഞത്, തടിച്ചത്, മെലിഞ്ഞത്, അങ്ങനെ പല തരത്തിലുള്ളതായ വ്യത്യാസങ്ങൾ ഒക്കെ ശരീരത്തിൻ്റെയാണ്. ആത്മാവിനെ അതൊന്നും ബാധിക്കുന്നില്ല. ആത്മാവ് സർവവ്യാപിയാണ് എന്ന് ആ ജ്ഞാനം ഉറയ്ക്കണം. തത്വജ്ഞാനത്തിൻ്റെ ആദ്യത്തെ പടി അതാണ്. കർമ്മങ്ങൾ നിഷ്കാമമായിട്ട് ചെയ്യുമ്പോഴേ അത് സാധ്യമാവും. അതിനെന്ത് വേണം? ശുദ്ധാഹ. ആ വാക്ക് ആദ്യം ഉപയോഗിച്ചതാണ്. മനസ്സ് ശുദ്ധമായിരിക്കണം, അന്ധക്കരണം പരിശുദ്ധമാവണം. അന്ധക്കരണത്തിൻ്റെ ദോഷമാണ് രാഗദ്വേഷങ്ങൾ. എനിക്ക് സുഖം തരുന്നതിനോട് രാഗം, ഒട്ടൽ. എനിക്ക് ദുഃഖം തരുന്നതിനോട് ദേഷ്യം. എനിക്കതിനെ ദർശിക്കുകയോ വേണ്ട എന്ന് നമ്മൾ പറയുന്നു. പാടില്ല. അപ്പോൾ ആ രാഗദ്വേഷങ്ങളെല്ലാം പോയി. എന്തുകൊണ്ട്? എന്തെല്ലാം നമ്മൾ കാണുന്നുവോ എല്ലാം ആ ഭഗവാനാണ്. പിന്നെ എങ്ങനെ നമ്മൾ മാറ്റി നിർത്തുക? സകലവും ഭഗവാനാണ്. ശുദ്ധ നിഷ്കാമധർമ്മൈ. എന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് പോയി പ്രവര ഗുരുഗിര തൽസ്വരൂപം പരം തേ ശുദ്ധം. ഭഗവൻ, ആ ഭഗവാന്റെ ശ്രേഷ്ഠമായ ശുദ്ധമായ ദേഹേന്ദ്രിയാദിവ്യഭഗതം, ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഒന്നിനോടും ചേരാതെ നിൽക്കുന്ന, എന്നാൽ ഈ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കണു, അഖിലവ്യാപ്തം, സർവത്ര വ്യാപിച്ചതാണ്, അതിനെ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോയാലാണ് ആ അറിവ് കിട്ടുന്നതെന്നർത്ഥം. അപ്പോൾ ഒരു ഗുരു എപ്പോഴും വേണം. ആചാര്യവാൻ പുരുഷോ വേദ എന്നാണ്. ഒരാചാര്യനുള്ള പുരുഷൻ അറിയുന്നു, ഈ തത്വം അറിയുന്നു. അല്ലാതെ സ്വയം വായിച്ചു പഠിക്കാം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഇതാവുന്നുണ്ട്. എത്രയായാലും അത് വ്യക്തമാവില്ല എന്ന് വേദമാണ് പറയുന്നത്. ആചാര്യവാൻ പുരുഷോ വേദ എന്നുള്ളത് വേദം പറയുന്നതാണ്. ആചാര്യനുണ്ടായിരിക്കണം. ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് ഞാൻ അന്വേഷിച്ച് പൊക്കോളാം എന്ന് പറയില്ലേ. ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ അയാൾ അവിടെ പോയ ആളാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മളെ അവിടേക്ക് കൊണ്ടുപോകണു. ദേശികൻ എന്നാണ് പറയുക. ദിശ അറിയുന്നവൻ, ദിശ കാണിച്ചു തരുന്നവൻ. നമുക്കൊന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി. അതുകൊണ്ടാണ് ആചാര്യൻ വേണം എന്ന് പറയുന്നത്. പ്രവര ഗുരുഗിര, അദ്ദേഹം പ്രവരനായിരിക്കണം. ഈ ജ്ഞാനം നേടിയ ആളാണെങ്കിൽ വളരെ നല്ലത്. അതാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതാണ്. ഒന്നുമില്ലെങ്കിലും ആ മാർഗത്തിൽ ചരിക്കുന്ന ആൾ, അത്രയുള്ളൂ. അങ്ങനെ ഭഗവാന്റെ ആ സ്വരൂപം യാതൊരുവിധ ബന്ധവുമില്ലാതെ, ഒന്നിനോടും കൂടിച്ചേരാതെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ പറയുന്നുവോ അത് ഈ അഗ്നിയുടെ ഉദാഹരണം നോക്കണം. അഗ്നിക്ക് എന്തെന്ത് വ്യത്യാസം വരുന്നുവോ അത് വിറകിൻ്റെ വ്യത്യാസമാണ്. അല്ലാണ്ട് അഗ്നി എല്ലാം ഒരേപോലെയാണ്. അഗ്നി ഒന്നേ ഉള്ളൂ. അതുപോലെ ആത്മാവ് ഒന്നേ ഉള്ളൂ. വ്യത്യാസങ്ങൾ ശരീരത്തിൻ്റെയാണ് എന്ന് മനസ്സിലാക്കണം.